ചിന്നക്കനാലിനെ വിറപ്പിച്ച അരിക്കൊമ്പനായി കോടനാട് അഭയാരണ്യത്തിൽ സജ്ജീകരിച്ചിരിക്കുന്ന കൂടാണ് ഈ കാണുന്നത്. നമ്മൾ നേരത്തെയും ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഈ കൂട് ഒരു ശോച്യാവസ്ഥയുടെ നടുവിലാണ്, ഒരു പ്രതീകം പോലെ നിൽക്കുകയാണ്. കാടൊക്കെ കയറി കിടക്കുകയാണ്. അങ്ങനെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഈ കൂടിനുള്ളത്. വനംവകുപ്പ് പ്രതീക്ഷിച്ചത് അന്ന് ഈ അരിക്കൊമ്പനെ പിടികൂടി കഴിഞ്ഞാൽ നേരെ ഇവിടേക്ക് കൊണ്ടുവരാം എന്നതായിരുന്നു, ഇവിടെ എത്തിച്ച് ചട്ടം പഠിപ്പിക്കാം എന്നതായിരുന്നു പ്രതീക്ഷിച്ചത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പടുകൂറ്റൻ കൂട് നിർമ്മിച്ചത്. കാരണം അരിക്കൊമ്പൻ വളരെ കരുത്തനായതുകൊണ്ട് തന്നെ ആ കരുത്തിൽ തന്നെയാണ് ഈ കൂട് തയ്യാറാക്കിയിരുന്നത്. കാരണം ഒരു യൂക്കാലി മരങ്ങൾ ഇവിടേക്ക് എത്തിച്ചു. ഇത്തരത്തിൽ 24 തൂണുകളാണിത്, 24 തൂണുകൾ. അതോടൊപ്പം തന്നെ 12 ക്രോസ് ബാറുകളുമുണ്ട്. അങ്ങനെയൊക്കെയാണ് ഇതാ സജ്ജീകരിച്ചിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ അതിനുശേഷമാണ് കോടതി ഇടപെടലൊക്കെ ഉണ്ടായത്. നമുക്കറിയാം, കോടതി പറഞ്ഞു ആനയുടെ ആവാസ വ്യവസ്ഥ ഉറപ്പാക്കണമെന്ന് പറഞ്ഞു. ആദ്യം പെരിയാർ കടുവാ സങ്കേതത്തിൽ തുറന്നുവിട്ടു. പിന്നീട് ഇപ്പോഴുള്ളത് കോതയാർ മേഖലയിലാണ്, തമിഴ്നാട്ടിൽ. അപ്പോൾ അരിക്കൊമ്പൻ ആ നിലയിൽ അങ്ങനെ പോയി. പക്ഷേ ഈ കൂടൊരു പ്രതീകം പോലെ ഈ അഭയാരണ്യത്തിൽ നിലനിൽക്കുകയാണ്. കാടൊക്കെ കയറി കിടക്കുകയാണ്. വനംവകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പണമൊക്കെ മുടക്കി തയ്യാറാക്കിയ കൂടാണ്. പക്ഷേ അരിക്കൊമ്പൻ എത്താത്തത് കൊണ്ട് തന്നെ ഈ കൂട് ഇങ്ങനെ കിടക്കുന്നു. ഇത് എന്ത് ചെയ്യുമെന്ന് വനംവകുപ്പ് തന്നെയാണ് വിശദീകരിക്കേണ്ടത്. ഈ ഭാവിയിൽ ഇതേമാതിരി നമുക്ക് ആനകളെ ട്രെയിൻ ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഉപയോഗയോഗ്യമാക്കും എന്ന് മാത്രം. മറ്റൊരു ആനയ്ക്ക് അത് ഗവൺമെൻറ്റിൻ്റെ തീരുമാനം, കോടതിയുടെ തീരുമാനത്തിന് അനുസൃതമായിട്ട് മാത്രമാണ് അങ്ങനെ ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ഭാവിയിൽ അങ്ങനെ സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതിനെ റെനോവേറ്റ് ചെയ്തെടുത്തിട്ട് ആനയെ പരിശീലിപ്പിക്കാനായിട്ട് ഉപയുക്തമാക്കും. തൽക്കാലം ഒന്നും ചെയ്യുന്നില്ല, അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും ഈ അരിക്കൊമ്പനായി തയ്യാറാക്കിയ പടുകൂറ്റൻ കൂടിന് തൊട്ടപ്പുറത്തുള്ള ഒരു തറയുണ്ട്, ഷെഡൊക്കെ വച്ച് കെട്ടിയ. അവിടെയാണ് പീലാണ്ടി ചന്ദ്രുവിനെ ഇപ്പോൾ കെട്ടുന്നത്. എന്തായാലും ആ കൂട് ഈ അരിക്കൊമ്പനായി സജ്ജീകരിച്ച കൂടിന് തൊട്ടടുത്ത് തന്നെ നിലനിൽക്കുന്നുണ്ട്. അപ്പോഴും ഈ കൂട് യൂക്കാലി മരങ്ങൾ കൊണ്ട് തീർത്ത കൂട് ഇപ്പോൾ മഴയും വെയിലും ഒക്കെ കൊണ്ട് ക്ഷയിച്ചു തുടങ്ങി. അതിങ്ങനെ ഇവിടെ നിൽക്കുകയാണ്. ഇവിടെ എത്തുമ്പോൾ നമുക്ക് ഏവർക്കും, അല്ലെങ്കിൽ എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം കോടനാട് അഭയാരണ്യത്തിലെത്തുമ്പോൾ അരിക്കൊമ്പനെ ഓർമ്മ വരും. ആ ഒരു പ്രതീകം പോലെ അരിക്കൊമ്പനുള്ള കൂട്. എല്ലാവരും ഇനിയിപ്പോൾ മറ്റു പലയിടങ്ങളിൽ എത്തുമ്പോൾ ഇത് ഏത് ആനയ്ക്കുള്ള കൂടാണ് എന്ന് ചോദിക്കും. അപ്പോൾ അത് അരിക്കൊമ്പൻ എന്ന് പറഞ്ഞൊരു ആനയാണ്. ഇങ്ങനെ ഒരു ആന ഉണ്ടായിരുന്നു. ഇപ്പോൾ മറ്റ് ടൂറിസ്റ്റുകൾക്കൊക്കെ തന്നെ വിശദീകരിച്ച് കൊടുക്കേണ്ട ഒരു അവസ്ഥയും ഇവിടുത്തെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കൊക്കെ ഉണ്ട്. അപ്പോൾ കോടനാട് അഭയാരണ്യത്തിലെത്തുമ്പോൾ അരിക്കൊമ്പനെ ഓർക്കാതെ നമുക്ക് പോകാൻ കഴിയില്ല. ആ ഒരു പ്രതീകമായി എനിക്ക് പിന്നിൽ ഈ കൂട് നിലനിൽക്കുകയുമാണ്. ക്യാമറമാൻ വേണുവിനൊപ്പം എസ് രാഗിൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.